ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു കപ്പ കേക്കാണ്. അപ്പം നമുക്ക് ഒരു മൂട് കപ്പ ഇനി ഉള്ളൂ. അത് നമ്മൾ പിഴുകാൻ പോവുകയാണ്. നമ്മൾ പിഴുതെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ തീർന്നു. ഇത് എൻ്റെ സ്വന്തം കൃഷിയായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നടണം. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പ പിഴുതെടുത്തു. നമുക്കിനി ഇതിനെ തോലെല്ലാം കളഞ്ഞ് കപ്പ കൊത്തി അടുപ്പിലോട്ട് വയ്ക്കാം. നല്ല വേവണമായത് വലുതായിട്ട് കൊത്തിയിട്ടാലും കുഴപ്പമില്ല. ഞാനിത് കൊത്തി അടുപ്പിലിട്ട് വേവിച്ചെടുക്കാം. കപ്പ കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടുപ്പ് എത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം. കപ്പ നന്നായിട്ട് തിളച്ച് ഈ ഒരു ബൗള് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് പൊടിക്കാനേ. അതിലൊരു 6 ഗ്രാമ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഗ്രാമ്പും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായി 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്, 50 ഗ്രാം കശുവണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഞ്ചസാര പൊടിച്ച പാത്രത്തിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തു. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഒന്ന് വേഗം. അപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ അല്പം കൂടെ ഒന്ന് വേഗം. നമ്മുടെ മരിച്ചിന് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് വെക്കാം. ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് ഈ മരിച്ചിനി നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് കപ്പ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ മരിച്ചിനി എന്നാണ് ഇതിനെ പറയണത്, എങ്കിലും ഞാൻ പറയുന്നത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഫ്രൈ പാന വെച്ച് കൊടുക്കുന്നു. നമ്മുടെ കേക്കിൻ്റെ കാരമൽ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ഞാനിതിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ള കാരമലിന്. നമുക്കത് വിതറി ഇട്ട് കൊടുക്കാം. നമ്മുടെ കാരമൽ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഒന്നുകൂടെ ബ്രൗൺ കളർ കുറച്ചുകൂടെ വരണം. ഒരുപാട് ഡാർക്ക് വേണ്ട, എങ്കിലും വേണം. ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. സ്റ്റൗ ഓഫാക്കാം. അല്പം ഒന്ന് തണുക്കാൻ വെക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കപ്പ ഞാൻ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ നമുക്ക് ഇളക്കാൻ സൗകര്യമുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സൺഫ്ലവറാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂണ് ഏലക്കപ്പൊടി, 1.5 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ബദാമും കശുവണ്ടിയും കൂടെ പൊടിച്ച് വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. നമുക്ക് 1 കപ്പ് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കപ്പ കൊണ്ടുള്ള കേക്കിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ കപ്പ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു വളയവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു കൊടുക്കാം. കേക്ക് കപ്പ കൊണ്ടുണ്ടാക്കിയ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന് മുട്ടയുടെ ആവശ്യമില്ല. അപ്പം ഞാനിതിൽ മുട്ട ചേർത്തിട്ടില്ല.
നല്ല കേക്കാണ്. നമുക്കിത് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് എടുക്കാം. ഇത് തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ കേക്ക് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് മുട്ട ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കഴിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്.